ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയെ സംബന്ധിച്ച് അത് ഒരു ചരിത്രപരമായ വിജയമായിരുന്നു. പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ എണ്ണം പറഞ്ഞ് ആക്രമിച്ചു. കൃത്യ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇന്ത്യയുടെ മിസൈലുകൾ പതിച്ചു. പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആകെ തകർത്തു. പാകിസ്ഥാൻ സേന ഒരു തിരിച്ചടിക്ക് പോലും ശേഷിയില്ലാത്ത തരത്തിൽ മുട്ടുകുത്തിയ ഒരു സംഭവം. അതായത് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് 26 സാധാരണക്കാരുടെ ജീവൻ തട്ടിയെടുത്ത ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യക്ക് സാധിച്ചു. അപ്പോൾ ആ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നിരവധി ആയുധങ്ങൾ പരീക്ഷിച്ചു എന്നുള്ളതാണ് വസ്തുത. അതേപോലെ നമ്മളുടെ യുദ്ധവിമാനങ്ങളും ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകളും മികവ് തെളിയിച്ച ഒരു യുദ്ധമുഖമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ സൈനിക ബലം, അതായത് ആയുധശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് 40,000 കോടി രൂപയുടെ പുതിയ ബജറ്റ്, പ്രതിരോധ ബജറ്റ്, അതായത് 3 സേനകൾക്കുമായി 40,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ്ട് 2,000 കോടി രൂപയുടെ യുദ്ധസാമഗ്രികൾ ഇതിനോടകം വാങ്ങി എന്നുള്ളതാണ്. ആ വാങ്ങിയ യുദ്ധസാമഗ്രികളിലേറെയും ഈ സൈനികരുടെ സുരക്ഷ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളടക്കം ഹെൽമറ്റുകളടക്കമുള്ള പ്രാഥമികമായ സുരക്ഷാ സാധനങ്ങൾ മുതൽ അത്യന്താധുനിക റഡാറുകൾ വരെ ഈ 2,000 കോടി വരുന്ന ബജറ്റിൽ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ഒരു വാർത്ത വരുന്നത് റഷ്യയിൽ നിന്ന് കൂടുതൽ സാങ്കേതിക വിദ്യകളും ആയുധങ്ങളും വാങ്ങുന്നതിന് നടപടിയായിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ആഴ്ച ഷാങ്ഹായ് ഉച്ചകോടി നടന്നിരുന്നു. ചൈനയിൽ വെച്ചാണ് നടന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആ ഉച്ചകോടിയിൽ പങ്കെടുത്തു. പക്ഷേ ആ ഉച്ചകോടിയിൽ അത് വാർത്തയായത് മറ്റൊന്നിൻ്റെ പേരിലാണ്. അതായത് ഒരു സംയുക്ത പ്രസ്താവന ഉണ്ടായിരുന്നു. ആ പ്രസ്താവനയിൽ ഒപ്പിടാൻ ഇന്ത്യ വിസമ്മതിച്ചതാണ് വലിയ വാർത്തയായത്. അതായത് പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ഒരു വാക്ക് പരാമർശിക്കാത്ത സംയുക്ത പ്രസ്താവനയിൽ ബലൂചിസ്ഥാനിൽ നടക്കുന്ന കലാപങ്ങളെക്കുറിച്ചും മറ്റും അതിൽ പ്രതിപാദിക്കുകയും ഇന്ത്യയെ അതിൽ പരോക്ഷമായി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സംഗതി ആ സംയുക്ത പ്രസ്താവനയിൽ ഉള്ളതിൻ്റെ പേരിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആ ഉടമ്പടിയിൽ ഒപ്പിടാതെ, ആ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാതെ മടങ്ങിയത്. അത് വലിയ വാർത്തയായപ്പോൾ മറ്റു ചില സംഗതികൾ നമ്മൾ വിട്ടുപോയി. അത്തരത്തിൽ ആ ഷാങ്ഹായ് ഉച്ചകോടിയിൽ നടന്ന സുപ്രധാനമായ ഒരു സംഗതിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും റഷ്യയുടെ പ്രതിരോധ മന്ത്രി ആൻഡ്രേ ബെലൂസോവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും അതേപോലെ തന്നെ റഷ്യയുടെ പ്രതിരോധ മന്ത്രിയും കൂടിക്കാഴ്ച നടത്തുന്നത്. സ്വാഭാവികമായും ഓപ്പറേഷൻ സിന്ദൂറിൽ റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ അല്ലെങ്കിൽ റഷ്യൻ സാങ്കേതിക വിദ്യ നമുക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള കൂടുതൽ യുദ്ധസാമഗ്രികളും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതടക്കമുള്ള ധാരണകളായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വ്യോമസേനയ്ക്ക് ആവശ്യമുള്ള ദീർഘദൂര മിസൈലുകൾ അത് തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഏറ്റവും പ്രധാനമായി നടന്നത്. റഷ്യയുടെ ദീർഘദൂര വ്യോമസേനയ്ക്ക്, അതായത് എയർ ടു എയർ മിസൈൽ എന്നാ പറയുക, ഒരു വിമാനത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്കോ മറ്റൊരു വിമാനത്തിനെ ലക്ഷ്യമാക്കിയോ തൊടുത്തുവിടാൻ പറ്റുന്ന എയർ ടു എയർ മിസൈൽ, അത് R-37M എന്നുള്ളതാണ് ആ മിസൈലിൻ്റെ റഷ്യൻ പേര്. അത് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേര് RVVBD എന്ന പേരിലുള്ള ഒരു ദീർഘദൂര മിസൈലായിരിക്കും ഇത്. ഈ മിസൈലിൻ്റെ പ്രാധാന്യം, അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടതാണ് മിസൈൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ദീർഘദൂര മിസൈലുകളുടെ പ്രാധാന്യം ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പുതിയ ഒരു മിസൈൽ, ദീർഘദൂര മിസൈലുകൾ നിർമ്മിക്കുന്നതിനുള്ള ധാരണയായത്. ഇത് സംബന്ധിച്ച് റഷ്യയും ഇന്ത്യയും നേരത്തെ തന്നെ ധാരണയായിരുന്നു. അത് നമ്മളുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റ് പ്രകാരം അല്ലെങ്കിൽ ആത്മനിർഭർ ഭാരത് എന്ന പദ്ധതി പ്രകാരം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിന് റഷ്യ സന്നദ്ധമാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സാങ്കേതിക വിദ്യ അടക്കം ഇന്ത്യക്ക് നൽകാമെന്നുള്ളതാണ് ഇപ്പോൾ റഷ്യയുടെ നിലപാട്. ഈ ദീർഘദൂര മിസൈലുകൾ ഇത്ര നിർണായകമാകുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ ചൈനീസ് നിർമ്മിത ദീർഘദൂര മിസൈലായ P-15 ഉപയോഗിച്ചിരുന്നു. അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു. അത്രേ പ്രഹരശേഷിയുള്ളൊരു മിസൈൽ പാകിസ്ഥാൻ്റെ കൈവശമുണ്ട് എന്നുള്ളത്. അതിന് നമ്മൾ മറുപടി എന്നോണം ബ്രഹ്മോസ് തൊടുത്തുവിട്ട് അവിടെ സർവനാശം വിതയ്ക്കുകയും ചെയ്തു.
അപ്പോൾ ഇത്തരത്തിലുള്ള മിസൈലുകളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് കൊണ്ടാണ് റഷ്യയുമായി കൂടിച്ചേർന്ന പുതിയ ഒരു ദീർഘദൂര മിസൈലിനെ കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ സംഗതി ഇതിൻ്റെ സാങ്കേതിക വിദ്യയടക്കം ഇന്ത്യക്ക് കൈമാറുന്നു എന്നുള്ളതാണ്. അതായത് പുതിയ ഈ പ്രതിരോധ വ്യാപാര രംഗത്തെ പുതിയ ഒരു ട്രെൻഡ് എന്തെന്നാൽ ആ യുദ്ധോപകരണത്തെക്കാൾ കൂടുതൽ അതിൻ്റെ സാങ്കേതിക വിദ്യ കൈമാറുന്ന ആ ഒരു വ്യാപാരത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മിക്ക രാജ്യങ്ങളും. ഏതാണ്ട് 2030 എല്ലാ ഇത്തരത്തിലുള്ള പ്രതിരോധ കരാറുകളുടെയും 40% ഈ പറയുന്ന സാങ്കേതിക വിദ്യ കൈമാറ്റം സംബന്ധിച്ചുള്ളതാകും എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഏതായാലും ഇന്ത്യ തദ്ദേശീയമായി തന്നെ ഈ റഷ്യൻ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ ഇന്ത്യയിൽ തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ DRDOയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ കീഴിൽ അത് നിർമ്മിക്കാനായിട്ടാണ് നീക്കം. മറ്റൊരു സുപ്രധാനമായ നീക്കം നമ്മുടെ സുഖോയ് MKI-30 ആ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 10 വർഷത്തിലധികമായി റഷ്യൻ നിർമ്മിത യുദ്ധവിമാനം ഇന്ത്യയുടെ പക്കലുണ്ട്. അതിന് സാങ്കേതികപരമായ പിന്തുണ ഇപ്പോഴും റഷ്യ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന സുഖോയ് വിമാനങ്ങളിൽ നമ്മുടെ ബ്രഹ്മോസ്, അതുകൂടാതെ അസ്ത്ര തുടങ്ങിയ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾ വളരെ വിജയകരമായി നമുക്ക് പരീക്ഷിക്കാൻ സാധിച്ചു. അപ്പോൾ കൂടുതൽ നമ്മുടെ തദ്ദേശീയമായ ആയുധങ്ങൾ ഇത്തരം സുഖോയ് വിമാനങ്ങളിൽ ഉപയോഗിക്കാത്തക്ക തരത്തിൽ അതിൻ്റെ ടെക്നോളജിയിൽ, അതിൻ്റെ സാങ്കേതിക വിദ്യയിൽ വേണ്ട പരിഷ്കരണം വരുത്തുക. അതോടൊപ്പം തന്നെ പുതിയ റഡാർ അടക്കമുള്ള സെൻസറുകൾ അടക്കമുള്ള സംഗതികൾ ഈ പറയുന്ന വിമാനത്തിൻ്റെ ഭാഗമാക്കുക അടക്കമുള്ള അത്തരം കാര്യങ്ങളാണ് ഇന്ത്യ റഷ്യയുമായി ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റഷ്യ നമ്മുടെ ദീർഘകാലമായ ഒരു പ്രതിരോധ പങ്കാളിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ യുദ്ധോപകരണങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യ വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം S-400 എന്ന് പറയുന്നത് നമ്മുടെ റഷ്യയുമായിട്ടുള്ള കരാറ് പ്രകാരം 5 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്, S-400കളാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിൽ ഇതിനോടകം തന്നെ 3 റഷ്യ നമുക്ക് കൈമാറിയിട്ടുണ്ട്. വലിയ താമസമില്ലാതെ 2 കൂടി നമ്മുടെ ഭാഗമാകും. ഇതോടൊപ്പം തന്നെ ഇന്ത്യ 5ാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവിടെയും റഷ്യയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. നിലവിൽ അമേരിക്കയുടെ F-35, അതായത് നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് കിടക്കുന്നുണ്ടല്ലോ, അമ്മാതിരിയുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ അമേരിക്ക നമുക്ക് തരാൻ തയ്യാറാണ്. പക്ഷേ നമ്മളിപ്പോൾ പരിഗണിക്കുന്നത് റഷ്യയുടെ S-57 എന്ന ഗണത്തിൽപ്പെടുന്ന 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ കുറിച്ചാണ്. അതിനായിട്ടുള്ള ചർച്ചകളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം നമുക്ക് ഇതിനോടകം തന്നെ ഉണ്ട്. ഇതോടൊപ്പം തന്നെ റഷ്യ S-500 എന്ന പുതിയ തരത്തിലുള്ള പുതിയ ശ്രേണിയിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയുമായി ചേർന്ന് നിർമ്മിക്കുന്നതിന് തയ്യാറാണ്, സന്നദ്ധമാണ് എന്നുള്ള നിലപാടും അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ വ്യോമസേനയുടെ എയർ ടാങ്കറുകൾ, അതായത് വിമാനങ്ങൾ ദീർഘദൂര യാത്രകൾ പോകുമ്പോൾ അവർക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ 2003 ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വാങ്ങിയ 6 എണ്ണ ടാങ്കറുകളാണ് നമ്മുടെ സേനയുടെ ഭാഗമായിട്ടുള്ളത്. അത് ചിലതെല്ലാം ഇപ്പോൾ തന്നെ ഡീകമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. മറ്റു അവശേഷിക്കുന്നതിനൊക്കെ ഈ കാലപ്പഴക്കത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ 6 എണ്ണ ടാങ്കറുകൾ, അതായത് വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടാങ്കറുകൾ വാങ്ങുന്നതിന് ഇപ്പോൾ ധാരണയായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാണ്, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ശേഷം അത് വലിയ വിജയമാണെങ്കിൽ കൂടിയും നമ്മുടെ ആയുധശേഷിയിൽ ഒരു പുനർചിന്തനം നടത്തേണ്ട സമയം കൂടിയാണ് ഇതെന്നുള്ള ചിന്ത കേന്ദ്ര സർക്കാരിനും പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രാലയത്തിനുമുണ്ട്. ഇതനുസരിച്ച് നമ്മുടെ ആയുധങ്ങളുടെ മൂർച്ച കൂട്ടുകയാണ്. കുറേ കൂടി മെച്ചപ്പെട്ട ആയുധങ്ങൾ റഷ്യ പോലെയുള്ള നമ്മുടെ ചിരകാല സൗഹൃദ രാഷ്ട്രങ്ങളിൽ നടക്കാം, അത് സ്വന്തമാക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ സംഗതി, ഈ ആയുധങ്ങളിലേറെയും നമ്മൾ സ്വന്തമായി ആ സാങ്കേതിക വിദ്യ വാങ്ങി സ്വന്തമായി മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആ വലിയൊരു സംരംഭത്തിന് കീഴിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു സംഗതിയാണ്. കാരണം നമ്മുടെ പ്രതിരോധ ബജറ്റുകൾ കൃത്യമായി നമുക്ക് പണച്ചെലവ് കുറയ്ക്കാനും ഈ ഒരു നടപടി സഹായിക്കും. ഏതായാലും വലിയ രീതിയിലുള്ളൊരു തയ്യാറെടുപ്പ് ഇന്ത്യ നടത്തുന്നു. വലിയ രീതിയിൽ തന്നെ റഷ്യ അതേപോലുള്ള സൗഹൃദ രാഷ്ട്രങ്ങൾ ഇതിനായി നമ്മളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു.